നമ്മൾ അപ്ലൈ ചെയ്തെടുത്ത് മാത്രം സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. കയ്യിലെ മേലെ പാർട്ടിലൊക്കെ സ്കിന്നിൻ്റെ നിറം പഴയതുപോലെ തന്നെ ഉണ്ട്. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സിമ്പിൾ ആണെന്ന് കരുതി നിങ്ങൾ ഇതിനെ തള്ളിക്കളയേണ്ട, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ കാണുന്ന മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. പിന്നീട് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിന്റെ നിറം കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും എപ്പോഴും ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ സ്കിന്നിനെ ക്ലിയർ ആക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി കഴിഞ്ഞാല് ചുളിവുകൾ വരും, പെട്ടെന്ന് തൂങ്ങിയതുപോലെയാവും സ്കിന്ന്, പെട്ടെന്ന് ഏജ് തോന്നിക്കും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഏജിങ് സൈനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഹോം മെയ്ഡ് പാക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്, നല്ല കട്ട തൈര്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് തേനാണ്. നമ്മൾ ഡ്രൈ സ്കിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തേൻ എടുക്കുന്നത്. തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി ഈ ഒരു പാക്കിൽ നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാം, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ചേർക്കാം. ഇനി കസ്തൂരി മഞ്ഞൾ അലർജി ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാ തൈരും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്, എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പം നമ്മൾ ഒരിക്കലും വെള്ളം പോലെയുള്ള പാക്ക് ഉണ്ടാക്കാൻ പാടില്ല. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി വേണം കേട്ടോ, അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം നല്ലൊരു ബ്രൈറ്റ്നിങ് ഗ്ലോയിങ് എഫക്റ്റ് തരുന്ന ഒരു പാക്കാണിത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഫേസിലും അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കടലപ്പൊടി നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ തൈര് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും, നമ്മുടെ കളറൊന്ന് കൂട്ടാൻ സഹായിക്കും. തേനാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ എന്താ പറയുക, പല സ്കാർസും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം കുറച്ചൊരു കട്ടിയിൽ നമ്മൾ പാക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നല്ലോണം കാണാൻ പറ്റും. ടാനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ പോവും. നല്ലൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണുന്നുണ്ടാവും. കാരണം ഞാനിപ്പോൾ വെറും കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, കൈയുടെ മേളിലോട്ടൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അവിടെയൊക്കെ നിറം ടാൻ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിടത്ത് നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോഡിയുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് എപ്പോഴും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കുന്ന, നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലെ സ്കിന്ന് നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നത് പരമാവധി കുറച്ചിട്ട് ഇതുപോലുള്ള പാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബാത്ത് പൗഡറുകളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാനിപ്പോൾ സോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എനിക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ കൊണ്ട് മാത്രമല്ല, നമുക്കിവിടെ കിട്ടുന്ന വെള്ളം കൊണ്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ഡ്രൈ ആവും. അപ്പൊ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പ് യൂസ് ചെയ്യാറില്ല. ഇപ്പൊ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഗ്ലിസറിൻ ടൈപ്പ് സോപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ ബാത്ത് പൗഡർ യൂസ് ചെയ്യും. ചിലപ്പോൾ ബാത്ത് പൗഡർ ഒന്നും യൂസ് ചെയ്യാൻ എപ്പോഴും സമയം കാണണമെന്നില്ല. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളും നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബോഡിയിലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാൻ സഹായിക്കുന്ന, ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒരു ബോഡി വാഷാണ്. അപ്പോൾ ഈ ഒരു ബോഡി വാഷിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നല്ലൊരു ബോഡി വാഷാണ് കേട്ടോ. റോസിന്റെ ഫോമിംഗ് ടൈപ്പ് ബോഡി വാഷാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഷിയ ബട്ടറും വൈറ്റമിൻ ഇ ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഷിയ ബട്ടറും വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ സ്കിന്നിനെ എത്രമാത്രം ഹൈഡ്രേറ്റ് ആക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ മാത്രമല്ല, ഇതില് റോസ് ഓട്ടോ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ എന്താ പറയാ, നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ആർഗൻ ഓയിൽ, അലോവേര എക്സ്ട്രാക്ട്, ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ
അപ്പൊ ഇതുപോലുള്ള നിങ്ങൾക്കറിയാലോ ഈ ഫോമിംഗ് ഫേസ് വാഷ് അല്ലെങ്കിൽ ഫോമിംഗ് ബോഡി വാഷ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ അങ്ങനെ അത്രമാത്രം ഡ്രൈ ആക്കില്ല. അപ്പോൾ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ തന്നെ പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോഡി വാഷ് ആണ്. പിന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് അതുപോലെ തന്നെ കളറൊന്നും ഇല്ലാത്ത ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ബോഡി വാഷ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ ഒരു ബോഡി വാഷിൻ്റെ പാക്കേജ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് വോ സ്കിൻ സയൻസിൻ്റെ മൊറോക്കൻ റോസ് ഓട്ടോ ഫോമിംഗ് ബോഡി വാഷാണ്. നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാത്ത നല്ലൊരു ബോഡി വാഷാണ്. പിന്നെ ഇതിൻ്റെ ലിഡിൽ ഇതുപോലൊരു ഓപ്പണിംഗ് പാർട്ട് ഉണ്ട്. ഇതിലൂടെയാണ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത്രയും മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അധികം പ്രൊഡക്റ്റ് ഒന്നും വേസ്റ്റ് ആവില്ല. ഇനി ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു നനഞ്ഞ ഷവർ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടത്രയും പ്രൊഡക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ വിരൽ കൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ അത് പതഞ്ഞ് വരും ബോഡി വാഷ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഇതെടുത്തിട്ട് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, ബോഡിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. എന്നിട്ട് നന്നായിട്ട് ഇത് കളയണം കേട്ടോ. വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇത് കഴുകി ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തു. ഡ്രൈ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ബോഡി വാഷുകളുണ്ട്. നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഉപ്ടാൻ ബോഡി വാഷ് ഉണ്ട്. അതിൽ തന്നെ ചിക്ക് പീ ഫ്ലോറും അതുപോലെ തന്നെ ടെർമറിക്കും സാഫ്രോണൊക്കെയാണുള്ളത്. പിന്നെ ഉള്ളത് മെലോൺ കുക്കുംബർ അലോ ഫോമിംഗ് ബോഡി വാഷാണ്. ഇതൊന്നും തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാത്ത ബോഡി വാഷുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.